BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി കപ്പൽശാലയിലെ പുതിയതായി നിർമ്മിക്കുന്ന കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനെ സ്നേഹിക്കുന്നു എന്ന് കോറി വരച്ച സംഭവം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങി. NIA തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും എന്നാണ് സൂചന. രാജ്യസുരക്ഷ, അഖണ്ഡത, രാജ്യത്തിന്റെ ഐക്യം എന്നിവയെ ബാധിക്കുന്ന ക്രിമിനൽ കുറ്റം എന്ന നിലയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 152-ാം വകുപ്പ് അനുസരിച്ചാണ് കേരള പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇംഗ്ലണ്ടിലെ നോർത്ത് സ്റ്റാർ കമ്പനിക്കായാണ് കപ്പൽ നിർമ്മിക്കുന്നത്. മൂർച്ചയുള്ള എന്തോ വസ്തു കൊണ്ട് ഐ ലവ് പാകിസ്ഥാൻ എന്ന് കപ്പലിന്റെ ഉള്ളറയിൽ കോറി എഴുതുകയായിരുന്നു. വിരലടയാള വിദഗ്ധരുടെ പരിശോധനയിൽ എഴുത്തിന് കാര്യമായ കാലപ്പഴക്കമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചി കപ്പൽശാലയിൽ തുടരെ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിനെയും അന്വേഷണ ഏജൻസികളെയും തന്നെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. 2025-ലാണ് ഈ പുതിയ കപ്പലിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2026 ഫെബ്രുവരി 25-നും ജൂൺ 10-നും ഇടയ്ക്കാണ് എഴുത്ത് നടന്നതെന്ന് പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് കേരള പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. പരാതിയിൽ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും വൈകി എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കപ്പൽശാലയിൽ ഈ കപ്പലിൽ ജോലിക്കെത്തുന്ന ജീവനക്കാരുടെയും ഇവിടേക്ക് പ്രവേശനാനുമതി ഉള്ളവരുടെയും വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾ സമാഹരിച്ചു. കൂടാതെ ഇവരുടെ വ്യക്തിപരമായ വിശദാംശങ്ങൾ, ബയോമെട്രിക് രേഖകൾ എന്നിവയും പരിശോധിക്കുന്നുണ്ട്. 2019-ൽ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ നിർമ്മാണ വേളയിൽ ഇതിന്റെ എഞ്ചിൻ മുറിയിലെ ഡിസ്ക് മോഷണം പോയതും വൻ വിവാദമായിരുന്നു. NIA ആണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. കൊച്ചി കപ്പൽശാലയുടെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്ന മാൽപേ കപ്പൽശാലയിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതിന് 2 UP-കാരായ കരാർ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു. 2023-ൽ ഹണി ട്രാപ്പിലൂടെ കൊച്ചി കപ്പൽശാലയിലെ ഇലക്ട്രോണിക് മെക്കാനിക്കിനെയും സ്വാധീനിച്ച് പാകിസ്ഥാൻ വിവരങ്ങൾ സമാഹരിച്ചതും പിടികൂടിയിരുന്നു. 2021-ൽ വ്യാജരേഖകളുമായി ജോലിക്കെത്തിയ അഫ്ഗാൻ പൗരനെയും പിടികൂടിയിരുന്നു. സ്ഥിരം തൊഴിലാളികൾക്കും ജീവനക്കാർക്കും പകരം കരാർ തൊഴിലാളികൾ പുറം കരാറിലൂടെ എത്തുന്നത് സുരക്ഷയെ ബാധിക്കുന്നു എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കപ്പൽശാലയിലെ തൊഴിലാളികളിൽ 150 പേരുടെ മൊഴി ഇതുവരെ എടുത്തതായാണ് അറിയുന്നത്. ലഭ്യമായ രേഖകളും വിശദാംശങ്ങളും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. പാകിസ്ഥാൻ പ്രേമമുള്ള ദേശവിരുദ്ധ ശക്തിയുടെ താവളമാക്കാൻ കൊച്ചി കപ്പൽശാലയെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. നന്ദി, നമസ്കാരം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.